കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളിയിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഓർത്തഡോക്സ് വിഭാഗം ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. ഈ വരുന്ന ഡിസംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മാവേലിക്കര ഭദ്രാസനത്തിലെ 15,000-ഓളം വരുന്ന വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് കറ്റാനം വലിയ പള്ളിയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളത് വളരെ വിഷമകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കോതമംഗലം പിറവം കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളികൾ അതിനിയും മറ്റൊരു വിധിയുടെ ആവശ്യം പോലുമില്ല. ഡിസംബർ 30 ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 കറ്റാനം സെന്റ് സ്റ്റീഫൻസ് വലിയ പള്ളിയിൽ വെച്ചാണ് മഹാപ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭദ്രാസനത്തിലെ മുഴുവൻ ദേവാലയങ്ങളിൽ നിന്നുമായി 15,000-ഓളം വിശ്വാസികൾ പങ്കെടുക്കുമെന്ന് സ്വാഗതസംഘം കൺവീനറായ ഫാദർ ജോൺ സീപ്പൻ, ഭദ്രാസന സെക്രട്ടറി ഫാദർ എബി ഫിലിപ്പ് എന്നിവർ അറിയിച്ചു. ഭദ്രാസന സഹായ മെത്രോപൊലിത്ത അലക്സിയോസ് മാർ യേസോബിയസ് അധ്യക്ഷത വഹിക്കും. സഭാ മെത്രാപൊലിത്തമാരും വൈദികരും അൽമായ നേതാക്കളും പ്രതിഷേധ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഫെബ്രുവരി 19 വിധി നടപ്പിലാക്കിയില്ലെങ്കിൽ ഫെബ്രുവരി 19 വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാനാണ് ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ തീരുമാനം. സർക്കാർ നിലപാടിനെതിരെ ഓർത്തഡോക്സ് സഭ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഉണ്ടായിട്ടും നടപ്പിലാക്കാത്തത് പക്ഷപാതപരമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. ശബരിമലയിൽ വിധി നടപ്പിലാക്കാൻ തിടുക്കം കാണിക്കുന്ന സർക്കാർ പക്ഷേ കട്ടച്ചിറ ഉൾപ്പെടുന്ന പള്ളിയിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായിട്ടും ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടായിട്ടും അത് നടപ്പിലാക്കുന്നതിൽ സർക്കാർ ഇരട്ടത്താപ്പാണ് നടത്തുന്നതെന്നും ഓർത്തഡോക്സ് സഭയുടെ മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ 2018 ഓഗസ്റ്റ് 28 കട്ടച്ചിറ സെന്റ് മേരീസ് പള്ളിയുടെ ഉടമസ്ഥ അവകാശത്തെ ചൊല്ലിയുള്ള തർക്കത്തിനൊടുവിൽ സുപ്രീം കോടതിയിൽ നിന്നും ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായ ഒരു അന്തിമ വിധി ഉണ്ടായത്. വിധിയെ തുടർന്ന് ഓർത്തഡോക്സ് വിഭാഗം വൈദികരും വിശ്വാസികളും കട്ടച്ചിറ പള്ളിയിൽ പ്രവേശിക്കാൻ ശ്രമം നടത്തിയെങ്കിലും യാക്കോബ് വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയോടെ പോലീസ് ഇത് തടയുകയായിരുന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് പോലീസ് 144 പ്രഖ്യാപിച്ചു. കഴിഞ്ഞ 5 മാസമായി കട്ടച്ചിറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജില്ലാ ഭരണകൂടം 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ യാക്കോബ വിഭാഗത്തിൽപ്പെട്ട 3 പേർ മരണപ്പെട്ടപ്പോൾ ഇവരുടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് യാക്കോബ് വിഭാഗം വൈദികർ കട്ടച്ചിറ പള്ളിയിൽ കയറുന്നതിന് ഓർത്തഡോക്സ് വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കിയിരുന്നു. 2 തവണയും ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ മൃതദേഹം സംസ്കരിച്ചെങ്കിലും മൂന്നാമത് മരണപ്പെട്ട ആളിൻ്റെ കൊച്ചുമകൻ യാക്കോബ് വിഭാഗം വൈദികനായതിനാൽ അദ്ദേഹത്തിനെ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കണമെന്ന് യാക്കോബ് വിഭാഗം ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ ഓർത്തഡോക്സ് വിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. ഇത് കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് 10 ദിവസത്തോളം മരണപ്പെട്ട ആളുടെ മൃതശരീരം മൊബൈൽ മോർച്ചറിയിൽ വീട്ടിൽ സൂക്ഷിക്കേണ്ട അവസ്ഥയുണ്ടായി. ഇതേ തുടർന്ന് യാക്കോബ വിഭാഗം ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളെ സമീപിക്കുകയും സർക്കാരിലും ജില്ലാ ഭരണകൂടത്തിലും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് സർക്കാരും നിലപാട് കർശനമാക്കിയവരുടെ മൃതദേഹത്തോട് അനാദരവ് പാടില്ലെന്നും സംസ്കരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ ഭരണകൂടത്തിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തതിനെ തുടർന്ന് യാക്കോബ് വിഭാഗം വൈദികനെ സംസ്കാര ശുശ്രൂഷയ്ക്ക് പള്ളിയിൽ കയറ്റിക്കൊണ്ട് സംസ്കാരം നടത്തുകയായിരുന്നു. ഇത് പക്ഷേ ഓർത്തഡോക്സ് വിഭാഗത്തിന് ഓർത്തഡോക്സ് വിഭാഗം ഇത് കോടതിയെ ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇതിനെ ചോദ്യം ചെയ്ത് ഓർത്തഡോക്സ് പക്ഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുകയാണ്.